എന്താ രാമേന്ദ്ര പ്രശ്നം? ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഞങ്ങളുടെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കല്യാണം കഴിച്ചത് ചേട്ടനെ. അതുപോലെ തന്നെ വീട്ടുകാരെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിൽ. സാർ അങ്ങനെയൊന്നും പറയരുത്. ഈ അറം പറ്റുന്നതൊന്നും തുപ്പ് തുപ്പ് തുപ്പ്. പ്രത്യേകിച്ച് നമ്മളെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവരാണ്, എന്റെ പേര് പോലും അറിയാത്തവരാണ് എന്നെ പറ്റി റിയാക്ട് ചെയ്യുന്നത്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ. നമ്മളെ പറ്റി ഒരു കാര്യം അറിഞ്ഞൂടെ, നമ്മൾ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് തന്നെ 1 വർഷം കേട്ടോ. പിന്നെ ശ്രീധരന്റെ കാര്യം, ഇത്രയും കാലമായിട്ടും എന്റെ ഫാമിലിയിൽ നിന്ന് ഒരു ശ്രീധരൻ പോലും അനുവിന്റെ വീട്ടിൽ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ഒരുമാതിരി സ്റ്റാൻഡേർഡില്ലാ സംസാരിക്കരുത് കേട്ടോ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അനുവിന്റെ അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അനുവിനൊരു കാർ എടുത്ത് കൊടുക്കണമെന്ന്. അങ്ങനെയാണ് അനുവിനൊരു കാർ എടുത്ത് കൊടുത്തത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പല കമന്റ്സുകൾ നിങ്ങൾ ഇടുന്നതൊക്കെ വെറും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ്. പിള്ളേരല്ലേ പുണ്ണാക്കല്ലേ എന്ന് വിചാരിക്കും തോറും തലേ കയറി നിന്ന് പൊറോട്ടടിക്കുക. നമ്മൾ റിയൽ ലൈഫുമായിട്ട് അതൊട്ടും ബന്ധം തന്നെ ഇല്ല. പിന്നെ നമ്മളെ പറ്റി ഒരു കാര്യം അറിഞ്ഞുകൂടാതെ എന്തൊക്കെയോ ക്ഷമിക്കണം, വിവരമില്ലായ്മ മനസ്സിലായി. 1, 2, 3, 4, 8 മിനിറ്റ് ഒക്കെ സംസാരിക്കുന്നത്. ഒരു ചേച്ചി, ആരെ പേരെന്താണ് നമ്മൾ പറയുന്നില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. എന്തൊക്കെ പറയുന്ന പോലും അറിയുക. എന്തോ അനുവിന് ഒട്ടും താല്പര്യമില്ല എന്ന്. അനുവിന്റെ ഫേസ് കണ്ടായിരുന്നു. എന്ത് കാര്യത്തിനാണത്? അയ്യോ, ജീവിക്കാൻ വേണ്ടി ഒരു നമ്പർ ഇറക്കിയുള്ളൂ, അത് അങ്ങനെ കണ്ടാ മതി കേട്ടോ. നമുക്കില്ലാത്ത പ്രശ്നം ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു ഞങ്ങളടുത്ത് വന്നിരിക്കണേന് നിങ്ങളാരും അതിന് കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ടാവും മറ്റുള്ളവരുടെ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അതായത് കിച്ചുന്റെ അനുവിന്റെ കല്യാണം അറിഞ്ഞിട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചുങ്ങളെ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങൾ പറയാം. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. SSLC പരീക്ഷ 3 പ്രാവശ്യം തോറ്റ് സർക്കാരിനെ വരെ ഞെട്ടിച്ചിരിക്കുന്നു. നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്താ ലക്കിന്ന് കൊച്ചിലോട്ട് ഞാൻ എടുത്ത് വളർത്തിയതാ. നമ്മൾ ഇവിടുന്ന് കൊച്ചിലോട്ട് ഞാൻ എന്റെ കയ്യിൽ ഇരിക്കുന്നത്. അവനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കയറി കൊള്ളും കേട്ടോ. ഞാൻ അല്പം കൾച്ചറായി പോയി, അല്ലാതെ കാണിച്ചു തരായിരുന്നു. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണം അപ്പൊ അതിനെ. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.